എവിടെ പോണേ? അതെ. എവിടെ കൈ പോക്ക് ബാസി നോക്കട്ടെ ചാടുന്ന കാണാൻ. ഹലോ, വീണ്ടും പാട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടോബിയുടെ കൂടെയാണ്. ടോബിയും ബാസിയും തമ്മിലൊരു മുൻജന്മ ബന്ധം തന്നെ ഉണ്ടായിരുന്നു. ആ കാട്ടിൽ കണ്ടാലേ അറിയില്ല. ബാസിയുടെ കാല് മണപ്പിച്ച് നടക്കുമായിരുന്നു ടോബിയുടെ മെയിൻ വിനോദം. പിന്നെ ഓർത്തപ്പോൾ പാവം തോന്നി. ആകെ 1-2 മനുഷ്യന്മാരെല്ലാം സ്ഥിരം കണ്ടുകൊണ്ടിരിക്കണേ. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുറ്റത്ത് ഓടിയും ചാടിയൊക്കെ നടക്കുന്ന ആൾക്കാരെയും കൂടി കണ്ടപ്പോൾ ടോബിക്ക് അങ്ങ് ത്രില്ലായി. പിന്നെ അവൻ്റെ ഫുൾ എനർജി എടുത്തിട്ടായിരുന്നു അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം. ആക്ച്വലി ഇവൻ ഭയങ്കര കമ്പനിയാണ് ഗൈസ്. നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് ഇവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്താൽ ഇവൻ നമ്മളെ കൂടെ പപ്പും പൂടെ എടുത്ത് വരും എന്ന് പറയില്ല, അങ്ങനെ വരും. പിന്നെ നമ്മൾ ഉച്ചയായല്ലോ, തിന്നുകയായിരുന്നു മെയിൻ ലക്ഷ്യം. ഉച്ചയ്ക്ക് ഭയങ്കര ടേസ്റ്റുള്ള ഫുഡായിരുന്നു. കാരണം നമ്മളെ നാട്ടിലത്തെ എൻ്റെ നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കറികളുടെയൊക്കെ ടേസ്റ്റ് ഒരുപാട് വ്യത്യാസം തോന്നിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളത് കാറും എടുത്ത് പുറത്തെ കാഴ്ചകളൊക്കെ കാണാനിറങ്ങി. ഈ കാണുന്ന തോട്ടിലൊക്കെ കുറേ വെള്ളം ഉണ്ടാവുമെന്നാണ് അമ്മറ് പറഞ്ഞതായതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എന്നാലും അത് കണ്ട് ഞങ്ങൾ പോയത് തെയ്യം കാണാനായിരുന്നു. ഇത് അവിടുത്തെ ഒരു പ്രധാന ക്ഷേത്രമാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരും കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഇതിനെന്തൊക്കെയോ ചടങ്ങുകളുണ്ട്. തെയ്യത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കാഴ്ചക്കാരി എന്നതിലുപരി ഒന്നും എനിക്ക് അവിടെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അന്ന് അവിടെ 3 തെയ്യം കളിക്കാനുണ്ടായിരുന്നു. അതിലാദ്യം വന്നതാണ് ഈ കാണുന്നത്. ഞാൻ വിചാരിച്ചു ഇതാദ്യം എന്തോ തുടക്കമാണ്, ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തൊക്കെയോ മെയിനായിട്ട് വേറെ വരാനുണ്ട് എന്നൊക്കെ. പക്ഷേ ഇത് മെയിനായിട്ടുള്ള ഒന്നായിരുന്നു. ഇങ്ങനെ 3 എണ്ണമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ് വേറെ പറശ്ശിനിക്കടവ് അമ്പലത്തിലും കൂടെ പോകാനുള്ളതുകൊണ്ട് 3 കൂടെ കാണാൻ പറ്റിയില്ല. 2 മാത്രമാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഈ തെയ്യം ഇവിടെ കളിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവിടുന്ന് തോറ്റൻ തന്നെയാണ് തോന്നുന്നു പറയുന്നത്. അത് അവിടുന്ന് തൊല്ലുന്നുണ്ടായിരുന്നു, അത് നമുക്ക് കേൾക്കാൻ പറ്റി. പക്ഷേ ഈ ഒരു വൈബ് ഉണ്ടല്ലോ, ആകെ മൊത്തം ആളുകളും ഉത്സവവും. ഞാൻ ആദ്യമായിട്ടാണ് ഈ തെയ്യം ഇങ്ങനെ കാണുന്നത്. രാത്രിയിലുള്ള തെയ്യം മാത്രം ഞാനൊരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഇത് ഞങ്ങൾക്ക് രാത്രി പോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വൈകിട്ട് സന്ധ്യാസമയത്ത് ദീപാരാധന കഴിഞ്ഞിട്ടുള്ള സമയം, ഒരു 6:30 ആ ഒരു സമയം തൊട്ടാണ് തെയ്യട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ പോയേക്കണത് പറശ്ശിനിക്കടവ് കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും അവിടെ പാർക്കിംഗ് ഫുള്ളായി, ആകെ തിരക്കായി. പോരാത്ത എന്നൊരു സൺഡേ കൂടെ ആണല്ലോ, ആകെ മൊത്തം സൈഡിൽ ഇവിടെയൊക്കെ തിരക്കാണെങ്കിൽ പോലും ഞങ്ങൾ ആദ്യം പോയത് തന്നെ മുത്തപ്പൻ ഉണ്ടല്ലോ എന്നുള്ളതിൽ മുത്തപ്പനെ കാണാൻ. എന്ന് വെച്ചാൽ അവിടെ ഉള്ള മുത്തപ്പനിൽ തെയ്യം എന്നും തെയ്യം കാണുന്ന ഒരു സ്ഥലം കൂടെയാണ് പറശ്ശിനിക്കടവ്. അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ പോയിട്ട് തെയ്യത്തിന് ഞങ്ങൾക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റി. അതൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളത് കണ്ടു, നല്ല കൺകുളിർക്കെ മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ കണ്ടു. പറ്റുന്നവരൊക്കെ പറ്റുന്നത് പോലെ പ്രാർത്ഥിച്ചു. ഞാനും അങ്ങനെ ഒരു വികാരത്തോടു കൂടി അല്ലെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഈ സൈഡിലല്ല, ഉള്ളിൽ നിന്ന് കിട്ടി കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്ത് വന്നപ്പോൾ ഇങ്ങനെ ഓരോ സാധന സാമഗ്രികളിലും പൊട്ടാസും ബലൂണും വളയും മാലയും കമ്മലും എല്ലാം ഉണ്ടായി കണ്ടു. പക്ഷെ ഞങ്ങൾ മെയിൻ അജണ്ട ഇതായിരുന്നു ഫുഡ്. കണ്ണൂർ കാസർഗോഡ് ബോർഡർ വന്നിട്ട് അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകാണ്ടിരിക്കാൻ മോശമല്ലേ. പക്ഷെ ഞങ്ങൾക്ക് അധികമൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ചാൻസ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബാസിയുടെ ഒരു മടവള തീറ്റായിരുന്നു. പിന്നെ അവനാണെങ്കിൽ ഫസ്റ്റ് കിട്ടി. പിന്നെ ഇത് നമ്മളെ കുട്ടു, അമ്രുവിൻ്റെ അനിയനാണ്. നമ്മൾ അമ്രു, തൊട്ടപ്പുറത്തിരിക്കുന്നത് അമ്രുവിൻ്റെ അനിയത്തി പൊന്നു, കസിനാണ് പൊന്നു. പൊന്നു ഞങ്ങളുടെ കൂടെ എന്നുള്ള ഒരു വ്യാജേന പൊന്നുവിനെ സമാധാനത്തോടു കൂടി വീട്ടുകാർ പറഞ്ഞയച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഏകദേശം 10-11 മണിയായി കാണും. അങ്ങനെ നമ്മളിന്ന് അവിടുന്ന് കഴിച്ച സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു സ്പെഷ്യൽ അൽഫാം പ്ലസ് മുട്ടപ്പത്തൽ എന്ന് പറഞ്ഞൊരു സാധനം, ഒരു മുട്ടപ്പത്തിരി പോലെ എന്തോ കൊള്ളായിരുന്നു. ബാസിയുടെ കണ്ണു മൊത്തം അതിലായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ചീമേനിയിലാണ്. ചീമേനി എന്ന് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. ഈ കാണുന്ന കാഴ്ചകൾക്കപ്പുറം ഞാൻ എന്നും റൂമിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കഥയുണ്ട്. അമ്രു എന്നും പറയും ചീമേനി പോകണം. ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് മാർക്കറ്റിൽ നിന്നൊരു സാധനം വാങ്ങുകയാണെങ്കിൽ പോലും അവൾ പറയും ചീമേനിയിൽ ഇത് 10 രൂപയ്ക്ക് കിട്ടും, ഇത് 100 രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ. സത്യമായിരുന്നു. ഞാനത് കാണുന്ന വരെ ഞാനത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല.
പക്ഷേ അത് ഒരു പ്രത്യേക തരം ലോകം. മിഠായി തെരുവിൻ്റെ ഒരു മിക്സ് പോലെ എല്ലാം, അച്ഛനും അമ്മേനും ഒഴികെ എല്ലാ സാധനവും നമുക്ക് അവിടെ കിട്ടും. വീട്ടു ഉപകരണങ്ങളാണെങ്കിൽ, വീട്ടിലേക്ക് ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാത്രങ്ങൾ, അങ്ങനെ എല്ലാം കണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ട് ഞങ്ങൾ പുലർച്ചെയൊക്കെയാണ് വീട്ടിലെത്തിയത്. പിന്നെ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് ഒരു 6:30 ആയപ്പോഴത്തേന് കുളിച്ച് മാറ്റി റെഡിയായി. കാരണം ഞങ്ങൾ ട്രെയിൻ നേരത്തെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹത്തിനും ഞങ്ങളുടെ ചിന്തകൾക്കും അപ്പുറത്തായി ട്രെയിൻ വളരെയധികം ലേറ്റായി. 6:30 എത്തേണ്ട ട്രെയിൻ വന്നത് 8 മണിക്കായിരുന്നു. അങ്ങനെ സാരമില്ല, പോട്ടെ. പക്ഷേ ഇന്ന് എന്തായാലും ഓഫീസിലെത്താൻ ലേറ്റ് ആവും, കാരണം ഇന്ന് മൺഡേ മോർണിംഗ് ആണ്. പക്ഷേ അതൊക്കെ ആലോചിച്ചെങ്കിൽ നല്ല ഒരുപാട് മെമ്മറീസോട് കൂടി ഞങ്ങൾ തിരികെ പോന്നു.